ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് അല്ലാട പോണ്ട് പാർക്ക്. ഈ കാണുന്ന പോണ്ട്, പിന്നെ ഈ കാണുന്നതൊക്കെ പാർക്ക്. അത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ ചുറ്റും നടക്കാൻ പറ്റും. ഇതേ കാണുന്ന ഇത് അത് മൊത്തം അങ്ങനെ നടന്നു വരുന്നതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകും നമ്മൾ. ഓക്കെ, ഇതാണ് പോണ്ട് പാർക്ക്. നല്ല രസമായിരുന്നു. ഒരുമാതിരി നൈറ്റ് ഒരു 10:45 വൈബ്. നാളെ ലീവല്ലേ, അപ്പോൾ പിന്നെ ഒരു നടത്തമാവട്ടെ വിചാരിച്ച് ഇവിടേക്ക് തന്നെ അത്യാവശ്യം ദൂരമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നടത്തമായി പിന്നെ സെറ്റാവും. അപ്പോൾ ഓക്കെ, നമുക്കങ്ങനെ നടക്കാം. അങ്ങനെ നമ്മൾ 1/2 കിലോമീറ്റർ 500 മീറ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നടത്തം തുടരുകയാണ്. ഇനി എത്ര ദൂരം എന്ന് നോക്കാം. 1/2 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 100 മീറ്റർ കൂടി പിന്നിട്ട് 600 മീറ്ററൊക്കെ നടന്ന് ഇപ്പം നടക്കാത്തത് കൊണ്ടേ റെഗുലറായിട്ട് നടക്കാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കും. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. നാളെ അവധി ആയതുകൊണ്ട് നാളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സമയം വൈകിയാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി എടുത്തിട്ട് നടത്തം കണ്ടിന്യൂ ചെയ്യാം. അവിടെ നിന്ന് ഒരു 100 മീറ്റർ കൂടെ നടന്നതോടെ ആ ട്രാക്ക് കഴിഞ്ഞു. ആ നടക്കുന്ന ട്രാക്ക് ആക്ച്വലി അതോടെ കഴിഞ്ഞു. അതൊരു 700 മീറ്റർ. പക്ഷേ ട്രാക്ക് അവസാനിച്ചാൽ അത് കഴിഞ്ഞിട്ട് നടക്കണമല്ലോ. അപ്പോൾ പിന്നെ ഈ കാണുന്ന ദൂരം, ഈ കാണുന്ന മീൻസ് ഈ കാണുന്ന ദൂരം, അപ്പോൾ അത് നടക്കണം. അതെന്തായാലും അത്യാവശ്യം ഉണ്ടാവും. ഒരു 1 കിലോമീറ്റർ മുകളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ മൊത്തത്തിൽ നടക്കാൻ. ഇനിയൊരു ഓൾമോസ്റ്റ് ഇതിന് ഡബിൾ ഒരു 1.5 കിലോമീറ്റർ നടത്താം ഉണ്ടാവും. 1.5 കിലോമീറ്റർ തന്നെ നടക്കാം. അപ്പോൾ സക്സസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഒരു 2 കിലോമീറ്റർ കൂടെ നടന്ന് വീട്ടിൽ പോകും. 1.5 കിലോമീറ്റർ പോണ്ട് ചുറ്റും നടക്കാൻ വേണ്ടി, പോണ്ട് പാർക്ക് ചുറ്റും നടക്കാൻ വേണ്ടി 2 കിലോമീറ്റർ നടന്നു വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അവിടുന്ന് അവസാനിച്ച ട്രാക്ക് പിന്നെയും തുടങ്ങുകയാണ്. ഈ കാണുന്ന പിന്നെ ഇതൊരു 700 മീറ്റർ ഉണ്ടാവും. അപ്പോൾ പിന്നെ കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ നടക്കല്ലേ. ഇതാ കാണുന്ന ഇതാണ് പോണ്ട്, അല്ലാട പോണ്ട് പാർക്കിലെ പോണ്ട്. ചെറിയൊരു കാറ്റ്, നല്ല സമാധാന അന്തരീക്ഷം. ഇപ്പോൾ ടൈം 11 മണിയായി. ഇതേ കാണുന്ന ഹോസ്പിറ്റലാണ് സുലേഖ ഹോസ്പിറ്റൽ. അത് ഈ ക്യാമറ തല്ലിപ്പോയത് നേരെ കാണുന്നില്ല. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പാർക്ക്, പോണ്ട് പാർക്ക് വരുന്നത്. തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് എത്ര മണി ക്ലോസ് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. ഒരു ചെറിയൊരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട്. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വലിയ ചലിക്കുന്നതായിരിക്കും. ഇത് വലിയൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുളമൊക്കെ കിട്ടണമല്ലോ. പക്ഷേ കുളം കാര്യം ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ നമുക്ക് നടക്കാനുള്ള സെറ്റപ്പ്. ഈ പോണ്ട് പാർക്ക് വന്ന സംഭവം അങ്ങനത്തെ ഇല്ലല്ലോ. പാർക്ക് വേറെ ഉണ്ടാവും, പോണ്ട് വേറെ ഉണ്ടാവും. പക്ഷേ ഇവരുടെ ആശയം എന്ന് വെച്ചാൽ പോണ്ടും അതിന് ചുറ്റി ഒരു പാർക്ക്, കുഴപ്പമില്ലല്ലോ. ഇത് ആക്ച്വലി ഞാനിവിടെ അൽട്ടവർ പാർക്ക് പോയിട്ടുണ്ട്. അത് വേറൊരു വൈബ്, അവിടെ വേറൊരു രീതിയിലാണ് അവർ കെട്ടിയിരിക്കുന്നത്. ഇത് പോണ്ട് പാർക്ക്, ഇത് ആക്ച്വലി അത്യാവശ്യം നടക്കാനുണ്ട്. ഇത് ഈ ഒരു പോണ്ടിൻ്റെ നിയർ ആയതുകൊണ്ട് തന്നെ ഇത് വേറൊരു വൈബും, ഇതിൻ്റെ ഒരു രീതി തന്നെ വേറെ ഒരു കുറച്ചും കൂടി പ്ലെയിനാണ്, സിമ്പിളാണ്, പക്ഷേ നല്ല അട്രാക്റ്റീവാണ്. അൽട്ടവർ പാർക്ക് കുറച്ച് വേറൊരു രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു ഇത്. ഞാൻ അൽട്ടവർ പാർക്കിൽ പോയിട്ട് കുറേ ആയി, അത് വേറെ വിഷയം. കുറേ ആയിട്ടാണ് പോണ്ട് പാർക്കിലോട്ട് അന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇനി പറ്റുന്ന ഒരു ദിവസം അൽട്ടവർ പാർക്കിൽ പോകണം. സോ സൈനിങ് ഓഫ് ഫ്രം അല്ലാട പോണ്ട് പാർക്ക്.